ഒരു ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥി അവസാനം വരെ കാണേണ്ട ഒരു വീഡിയോ ആണ്. നിങ്ങളൊരു ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിയാണെങ്കിൽ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളായിട്ടുള്ള ഹിസ്റ്ററി, പൊളിറ്റിക്സ്, സോഷ്യോളജി, ജോഗ്രഫി ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ പഠിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് വന്നൊരു വീഡിയോ ആണ്. വെൽക്കം ടു എജ്യൂപോഡ് ഹ്യൂമാനിറ്റീസ്. ഇറ്റ്സ് മീ യുവർ നാഫി. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അയച്ചു കൊടുക്കുക. ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾ എങ്ങനെയാണ് കൃത്യമായി പഠിക്കുന്നത് നമ്മൾ പറയുന്നുണ്ട്. അതിന് മുന്നേ നിങ്ങൾ 3 കാര്യങ്ങളോട് കമൻറ്റ് ചെയ്യണം. ഒന്ന്, നിങ്ങൾക്ക് ഓണം എക്സാമിന് ആൻസർ പേപ്പർ കിട്ടിയപ്പോൾ ഓരോ വിഷയത്തിന് കിട്ടിയ മാർക്ക് എത്രയാണ്? നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസിൽ ഏറ്റവും ടഫുള്ള വിഷയം ഏതാണ്? മൂന്നാമതായിട്ട് ക്രിസ്മസ് എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുക്കുക. നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം, ഒരു ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ടെക്സ്റ്റ് ബുക്ക് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായി റെഫർ ചെയ്യണം. നിങ്ങൾ പല ഗൈഡുകൾ ഉപയോഗിക്കുന്നുണ്ടാവാം, പല ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിക്കുന്നുണ്ടാവാം. നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കണം. ഒരു ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ടെക്സ്റ്റ് ബുക്ക് ആണ് റെഫർ ചെയ്യേണ്ടത്. ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്യുക, നന്നായി വായിക്കുക. നിങ്ങളുടെ കയ്യിൽ ഇനി പ്രിന്റ് ടെക്സ്റ്റ് ബുക്ക് ഇല്ലെങ്കിൽ ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ പല സൈറ്റുകളും ഇതിൻ്റെ PDF ഒക്കെ അവൈലബിൾ ആണ്. അതൊക്കെ നോക്കിയിട്ട് നന്നായിട്ട് വായിക്കുക എന്നുള്ളത്. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഓരോ കോൺസെപ്റ്റും നന്നായി മനസ്സിലാക്കുക എന്നുള്ളത് ഹിസ്റ്ററിയും പൊളിറ്റിക്സും സോഷ്യോളജിയും ജോഗ്രഫി ഒക്കെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് എന്ത് ചെയ്യണം, വായിക്കണം. രണ്ടാമത്, നിങ്ങൾ എഴുതി പഠിക്കണം അല്ലേ. അതായത് റൈറ്റ് ആൻഡ് ലേൺ. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. പല കുട്ടികൾ എന്നോട് പറയുന്ന ഒരു കാര്യമാണ്, പഠിക്കുന്ന കാര്യങ്ങൾ മറന്നു പോകുന്നു, എന്താ ചെയ്യാൻ? പഠിക്കുന്ന കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ പരിപാടി എഴുതി പഠിക്കുക. നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എഴുതി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ കുറേയൊക്കെ ഓർമ്മ നിൽക്കും. അപ്പോൾ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ കുറച്ച് നോട്ട്, ന്യൂസ് പ്രിൻറ്റ് വാങ്ങുക. ആ ന്യൂസ് പ്രിൻറ്റിൽ നിങ്ങൾ വായിക്കുന്നതിന് കൂടെ തന്നെ എഴുതി പഠിക്കുക. ആ പഠിക്കുന്ന കാര്യം നിങ്ങൾക്ക് എന്താക്കി മാറ്റാൻ പറ്റും, നിങ്ങളുടെ ആയിട്ടുള്ള നോട്ടാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള ആളുകളുടെ നോട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് നിങ്ങൾക്ക് വേണ്ട നോട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതിനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട നോട്ട് സ്വന്തമായി ഉണ്ടാക്കിയിട്ട് അതിനെ ബേസ് ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് ഒരിക്കലും ടഫായിരിക്കില്ല. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, റീഡിങ് നന്നായി വായിക്കണം. ഹ്യൂമാനിറ്റീസ് ഒരു തിയറി പോലെയുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് വായിക്കണം. അതിൽ ആളുകളുടെ പേരുണ്ടാകും, സ്ഥലത്തിൻ്റെ പേരുണ്ടാകും, വർഷങ്ങളുണ്ടാകും, ചില തിയറികൾ ഉണ്ടാകും. ആ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ലൈൻ ബൈ ലൈൻ റീഡ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ തലയിൽ നിൽക്കുള്ളൂ. അപ്പോൾ പഠിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ലൈൻ ബൈ ലൈൻ റീഡിങ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ വായിച്ച് എഴുതി പഠിച്ചാലേ കാര്യങ്ങൾ എന്ത് ചെയ്യുള്ളൂ, സെറ്റ് ആവുള്ളൂ. പിന്നെ ഹിസ്റ്ററിയിലും ജോഗ്രഫിയിലൊക്കെ പൊതുവെ എന്ത് ചോദിക്കാറുണ്ട്, മാപ്പ് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് 4-5 മാർക്കിനൊക്കെയാണ് പൊതുവെ മാപ്പ് ചോദിക്കുക. ആ 4-5 മാർക്ക് നഷ്ടമാവാതിരിക്കാൻ നിങ്ങൾ ചിലപ്പോൾ ഇന്ത്യയുടെ മാപ്പായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ വേൾഡ് മാപ്പായിരിക്കും. ആ മാപ്പിൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങൾ മാർക്ക് ചെയ്ത് ശീലിക്കുക. മാപ്പിൽ പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് നേടാൻ പറ്റുള്ളൂ. പിന്നെ റിവിഷൻ, അതായത് നമ്മൾ പഠിച്ചുകൊണ്ട് കാര്യം മാത്രം. അപ്പോൾ നിങ്ങൾ ഒരു മൺഡേ ഒരു ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ചുരുങ്ങിയത് ഒരു സാറ്റർഡേ എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് റിവൈസ് ചെയ്യണം. മൺഡേ നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്ക് സാറ്റർഡേ എങ്കിലും ഒന്ന് റിവൈസ് ചെയ്യണം. നിങ്ങൾ ജസ്റ്റ് ഒരു തവണ പഠിച്ചാൽ മാത്രം പോരാ, ആ പഠിക്കുന്ന കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യണം. അഥവാ ആക്റ്റീവ് റീകോൾ എന്ന് പറയും. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യുക എന്നുള്ളത് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ആക്റ്റീവ് റീകോൾ അല്ലെങ്കിൽ പ്രോപ്പർ റിവിഷൻ ഒരു ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വേണം. എന്നാൽ മാത്രമേ മികച്ച മാർക്ക് അവന് ഹ്യൂമാനിറ്റീസ് വിഷയത്തിൽ അവനായാലും അവളായാലും നേടാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രോപ്പർ റിവിഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് മീൻസ് ആക്റ്റീവ് റീകോൾ. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഒരു തവണ പഠിച്ചിട്ട് പിന്നെ അടുത്ത എക്സാമിന് അവർ നോക്കേണ്ടത് നിങ്ങൾ പഠിക്കുന്നത് ഓരോ ആഴ്ചയിലും എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ സ്റ്റഡി ടൈം ടേബിൾ ബെറ്ററാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ തന്നെ ഒരു സ്റ്റഡി ടൈം ടേബിൾ സെറ്റാക്കുന്നതാണ്. നിങ്ങൾക്ക് വേണ്ട ഒരു സ്റ്റഡി ടൈം ടേബിൾ നിങ്ങൾ തന്നെ സെറ്റാക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്റ്റഡി ടൈം ടേബിൾ സെറ്റാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ nafi.edu.pod എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ. ഞാൻ എന്ത് ചെയ്യാൻ, ഞാൻ ഉണ്ടാക്കിയുള്ള സ്റ്റഡി ടൈം ടേബിൾ നിങ്ങൾക്ക് തരാം. അത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റഡി ടൈം ടേബിൾ ആവശ്യമാണെങ്കിൽ nafi.edu.pod എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ. ഒരു സ്റ്റഡി ടൈം ടേബിൾ ഞാൻ ഉണ്ടാക്കി നിങ്ങൾക്ക് അയച്ചുതരാം. അത് അതേപോലെ ഫോളോ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് അതിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുത്താം. ഈ രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസിൽ ഒരു വിഷയവും ടഫാവില്ല. ഹ്യൂമാനിറ്റീസിൽ എല്ലാ വിഷയങ്ങളും ഈസി ആയിരിക്കും. ടെക്സ്റ്റ് ബുക്ക് നന്നായി റെഫർ ചെയ്യുക, കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക, പഠിക്കുന്ന കാര്യങ്ങൾ മറക്കാതിരിക്കാൻ എഴുതി പഠിക്കുക. പിന്നെ 4 മാർക്കിന് ചുരുങ്ങിയത് ഒരു 4 പോയിന്റെങ്കിലും എഴുതാം. അപ്പം പോയിന്റ് ആക്കിയിട്ട് പഠിക്കുക, ഓവർ ഷോർട്ട് ആക്കാതിരിക്കുക. കറക്റ്റ് പോയിന്റ് ആക്കി എഴുതിയാലേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ട് കഷ്ടപ്പെട്ട് പഠിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നിങ്ങളെ തേടി വരും. അപ്പോൾ ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ടൈം ടേബിൾ ആവശ്യമുള്ളവർ nafi.edu.pod എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് മെസ്സേജ് അയച്ചോ. വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.